ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. അറിയോ, നമ്മൾ ഇന്നലെ മുതൽ കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നവതാ ഭക്തിയാണ്. നവതാ ഭക്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഞാൻ വലിയൊരു ടോപ്പിക്കൊക്കെ പറഞ്ഞായിരുന്നു, ക്യാരക്ടർ ഫോർമേഷൻ ബേസ്ഡ് ഓൺ നവതാ ഭക്തി. അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്താണ്. അതല്ലെങ്കിൽ കൂടെ നമ്മൾ അതിൽ കൂടെ ഒന്ന് കടന്നു പോകാം. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ കേട്ടാലും വെറുതെ കേട്ടത് കൊണ്ട് കാര്യമില്ല, അത് മനസ്സിലായത് കൊണ്ടും കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അതെപ്പോഴാണോ പ്രാവർത്തികമാകുന്നത്, ആക്കുന്നത്, അപ്പോൾ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. നമ്മളിത് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ആർക്കും ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ചില സമയത്തുണ്ടല്ലോ നമ്മളിത് വിട്ടുപോകും. പ്രത്യേകിച്ച് ശാസ്ത്രം പഠിക്കുന്ന സമയത്ത്. നമ്മുടെ ശാസ്ത്രം പഠിക്കുന്ന സമയത്ത് പഠിച്ചത് നമ്മൾ ജീവിക്കാനാണോ ശ്രമിക്കുന്നത്, അതോ നമ്മൾ ടെക്നിക്കലി കറക്റ്റ് ആകാനാണോ ശ്രമിക്കുന്നത്, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഈ ദൃഷ്ടിവാദവും തമ്മിലൊരു ചെറിയ ഇതെന്താണ് എന്നറിയാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? അതല്ല എങ്കിൽ എല്ലായിടത്തും ആ ഈശ്വരനെ കാണണം എന്ന് പറഞ്ഞത് നമ്മൾ അനുഭവിക്കാനാണോ നമ്മൾ ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പം അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഗുരുദേവന്റെ ഒരു കൊട്ടേഷൻ ഇല്ലേ, എന്താണ് കീപ് സ്മൈലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ കേൾക്കും, എല്ലാവരും പഠിപ്പിക്കും, പക്ഷെ നമ്മൾ ആരെങ്കിലും പുഞ്ചിരിക്കുകയോ അതൊന്നുമില്ല. ഇങ്ങോട്ട് ചിരിച്ചാൽ തന്നെ നമ്മൾ മുഖം നോക്കൂ, ഇങ്ങനെ തിരുവി പോകുന്ന ആൾക്കാരായിരിക്കും നമ്മളെന്നാ. അങ്ങനല്ല, നമ്മൾ എന്താണോ കേൾക്കുന്നത്, പ്രത്യേകിച്ച് ശാസ്ത്രാർത്ഥമായിട്ട് കേൾക്കുന്നത്, നമ്മൾ എന്താണോ മനനത്തിൽ കൂടെ ഉറപ്പാക്കുന്നത്, അത് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുക. ഓക്കെ, നമ്മുടെ സ്വഭാവം തന്നെ ആകുന്നത്, നമ്മുടെ സംസ്കാരമായി മാറുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ, ഈ ഒരു ഓർമ്മപ്പെടുത്തലിൽ വേണം നമ്മൾ ഏതൊരു സത്സംഗത്തിലേക്കും പോകാൻ. ഇവിടെ നവതാ ഭക്തി ശബരീദേവിയുടെ ഗുണങ്ങളായിട്ട് ഭഗവാൻ പറയുന്നതാണ്. ശബരീദേവിക്ക് ഇതുണ്ട് ഓൾറെഡി, അല്ലാതെ അമ്മയെ ഉപദേശിക്കുന്നതല്ല, അമ്മയുടെ ഗുണങ്ങളായിട്ട് പറയുന്നതാണ്. എന്താ അതിൻ്റെ അതൊന്ന് സത്സംഗമാണ് എന്നാ. അമ്മയ്ക്ക് സത്സംഗമുണ്ട്, നമുക്ക് സത്സംഗം ഉണ്ടോ? പിന്നെ ഇത് ചെയ്യുന്നതല്ലേ സമയം, അതല്ല. സത്സംഗം നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടാണേ. ആ രീതിയിൽ നമ്മൾ നോക്കണം. എന്താ ആറ്റിറ്റ്യൂഡ്? ഞാൻ എപ്പോഴും മികച്ചതിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതൊരു ആറ്റിറ്റ്യൂഡാണ്. ചില ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ പോയി നിൽക്കാൻ എന്തിനാ ഞാനിങ്ങനെ വെറുതെ. നമ്മൾ ചിലപ്പോൾ ഇത് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഈ ഒരു സ്വഭാവം കൂടുതലുമാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ പൂജ്യ ഗുരുജി ഇവിടെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്വരൂപാനജി വരുന്ന സമയത്ത് എല്ലാവരും അവിടെ സ്വരൂപാനജിയുടെ എല്ലാം ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ പോയിരിക്കും. നമ്മൾ മലയാളികൾ അവിടെ പോയിരിക്കില്ല, ഇരിക്കത്തില്ല. ഇവിടെ അറിയാം, ചിന്മയാംശം എല്ലാം അറിയാന്നല്ല. എന്തിന്? നമ്മൾ ആഹാരം കഴിച്ചു, ഇനി റൂമിൽ പോയിരുന്നു മെഡിറ്റേറ്റ് ചെയ്യാം എന്നല്ല. റൂമിൽ പോയി മെഡിറ്റേറ്റ് ഒന്നും ചെയ്യത്തുന്നില്ല, ഇതുവഴിയൊക്കെ കറങ്ങി നടക്കായിരിക്കും. കാര്യം ചിലപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ചിലപ്പോൾ പലതരത്തിലുള്ള അറിവ് നമ്മളിലേക്ക് തേടിയെത്തുക. ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ പറയുന്നത് കണക്ക് ആയിരിക്കത്തില്ല. ഗുരുജി എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയത്ത് ഗുരുജി ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ നമുക്ക് കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ടായിരിക്കും. നമ്മൾ ഒരു നിവൃത്തി ഉണ്ട് എങ്കിൽ സത്സംഗത്തിന് ശ്രമിക്കണം എന്നാണ്. സത്സംഗത്തിന് ശ്രമിക്കുന്നത് പോലും നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡും കൂടാണ്. കാര്യം നമ്മളെ മഹാത്മാക്കളുടെ മുമ്പിലേക്ക് നമ്മൾ അവൈലബിൾ ആയിട്ട് വെച്ചു കൊടുക്കുകയും കൂടാണ് സത്സംഗം നടക്കുമ്പോൾ. അങ്ങനെയാണോ? അല്ലാതെ അടുത്ത് പോയി ഇരുന്നത് കൊണ്ട് കാര്യമില്ല. ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് സത്സംഗത്തിൽ ഏറ്റവും ബാക്കിലിരിക്കുന്ന ആൾക്കാരെ പറ്റി അല്ലേ പറയുന്നത്. സാധാരണ ഞാനാണ് ഏറ്റവും ബാക്കിലിരിക്കുന്നത്, കൂടെ അവിടെ ഇരിക്കും. എന്തിനാ? ഏറ്റവും അവസാനം പ്രസാദം കിട്ടുമെന്ന്, അതിനു വേണ്ടിയിട്ടാണ്. അല്ലല്ല, ഇൻവോൾവ് ആകാൻ ശ്രമിക്കണം, അവർ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് വളരെ പ്രധാനമാണ്. വേറൊന്ന് സത്സംഗത്തിൻ്റെ ഒരു കാര്യം, ഭജഗോവിന്ദം പോട്ടെ, ഇന്നലെ നമ്മൾ ഭജഗോവിന്ദം കണ്ടു. അതല്ലാതെ ശ്രീ ശങ്കരാചാര്യ സ്വാമിയുടെ ഒരു കൃതിയുണ്ട്, സാധനാ പഞ്ചകം എന്നാണ് ആ കൃതിയുടെ പേര്. കേട്ടിട്ടില്ലേ? പിന്നെ വേദോ നിത്യമധീയതാം തദ്ധിതം കർമ്മസ്വനുഷ്ഠീയത എന്നെല്ലാം പറഞ്ഞിട്ട് നമുക്ക് ചൊല്ലാം. ഓക്കെ, ഏറ്റവും അവസാനം പറഞ്ഞ് ആ ഫസ്റ്റ് ശ്ലോകത്തില് അവസാനം ആത്മേച്ഛാവ്യവസീയതാം നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം എന്ന് പറയും. അതായത് ആത്മേച്ഛ ഉണ്ടാകുന്ന സമയത്ത്, ആത്മാവിനെ അറിയണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യണം? അപ്പം നമ്മൾ വീട് വിട്ട് ഇറങ്ങിക്കോണം എന്നാണ്. മനസ്സിലായില്ലേ?
വീട് നമ്മുടെ കംഫർട്ട് സോണാണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു വെക്കും. എന്തൊക്കെയാണെങ്കിലും എന്താണ്, ആത്മാവിനെ അറിയണം എന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വീട് വിട്ടിറങ്ങണം എന്നാണ് പറഞ്ഞു വെക്കുക. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ശ്ലോകം തുടങ്ങുന്നത് സംഘസ്സസ്തു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം എന്ന് പറഞ്ഞിട്ടാ. കാര്യം എന്താ വെച്ചാൽ ഈ ആത്മേച്ഛ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾ ആത്മേച്ഛ ഉണ്ടാകുന്നത് തന്നെ നമ്മളൊന്ന് ഉയർന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് നമുക്ക് സത്സംഗത്തിനുള്ള സാധ്യത ഉണ്ടാവും. അതല്ലെങ്കിൽ ആത്മേച്ഛ ഉണ്ടാകുന്ന സമയത്ത് ഇതിനെ വീണ്ടും പോഷിപ്പിക്കാനായിട്ട് നാം ആയിക്കൊണ്ട് സത്സംഗത്തിന് ശ്രമിക്കണം. അത് അടുത്ത ക്വാളിറ്റീസ് സാധനാമജം പഠിച്ച ആൾക്കാർക്ക് അറിയാം, 40 ക്വാളിറ്റീസ് ആണ് വരിക. അതിൻ്റെ അകത്ത് സത്സംഗം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സംഘസ്സസ്തു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം. ഈ സത്സംഗം നമ്മുടെ ഉള്ളിൽ എന്താണ്, ആ ഭഗവാനിലുള്ള ഭക്തിയെ നിറയ്ക്കും, ദൃഢമാക്കും, പിന്നെയോ ശാന്തി മുതലായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ടുവരും. ഇതൊക്കെ തുടക്കം ഇടുന്ന സത്സംഗത്തിൽ നിന്നാണ് എന്ന് ഓർക്കണം. സത്സംഗം വെറുതെ ഒരു ഭജനയുടെ ഒരു ഇതല്ല, കുറച്ച് ആൾക്കാർ ചേർന്നിരുന്ന് കൈകൊട്ടി പാടുന്നതല്ല. പിന്നെയോ നമ്മൾ ആ ഒരു ഹയർ ആയിട്ടുള്ളതുമായിട്ട് നമ്മളെ ട്യൂൺ ചെയ്യുന്നതിനുള്ള ഏറ്റവും മികച്ചൊരു പ്ലാറ്റ്ഫോമാണ് സത്സംഗം എന്നാണ്. എങ്ങനെയൊക്കെ ആകാം, ഇത് സത്സംഗമാണ് നമ്മൾ പറയുന്നുണ്ട്, ഒരു ബ്രഹ്മചാരിയോ സ്വാമിയോ വന്നിരുന്ന് ക്ലാസ് എടുക്കുന്ന സത്സംഗമാണ്. ചിലപ്പോൾ ഒരു നല്ല ബുക്ക് സത്സംഗമാണ്, ചിലപ്പോൾ ഒരു നല്ല ബുക്ക് സത്സംഗമാണ്, ചില സമയത്ത് ഒരു നല്ല സിനിമ സത്സംഗമാകാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ കാണണം എന്നല്ല, പക്ഷേ ചില സമയത്ത് ഒരു സിനിമ നമ്മൾ ഈ ഒരു തലത്തിൽ നിന്ന് കുറച്ചും കൂടി ഉയർത്തുന്ന തലത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഒരു ചിന്തയെ ഉണർത്താൻ പറ്റുന്നത് എന്തും സത്സംഗത്തിന്റെ ഭാഗമാകും എന്നാണ്. ഓക്കെ, അപ്പം സത്സംഗം വളരെ പ്രധാനമാണ്. ഇനി രണ്ടാമത്തത് എന്താണ്, ദൂസരിരതി മമ കഥാ പ്രസംഗ. എന്താണ്, ഭഗവാന്റെ കഥ, അതില് ബി ഡിലേറ്റഡ് ഇൻ ദി ശ്രവണ ഓഫ് ഭഗവാൻസ് സ്റ്റോറീസ്. അത് ഭഗവാന്റെ കഥ കേൾക്കുന്നതില് സന്തോഷം ഉണ്ടാകുക. നമുക്കതുണ്ടോ? ഉണ്ടോന്ന്? പിന്നെ അതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം രാമായണം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബോറടിച്ചിട്ടുണ്ടോ? എനിക്കിതേവരെ ബോറടിച്ചിട്ടില്ല. നമുക്കറിയാം അടുത്ത എന്താ വരുന്നതെന്ന് നമുക്കറിയാം, എങ്കിലും നമുക്ക് ബോറടിക്കില്ല. അതൊന്ന് എഴുതി വെച്ച അതിൻ്റെ ഒരു മഹത്വം ഉണ്ടേ. പിന്നെയോ നമ്മുടെയൊക്കെ ഒരു വാസന അതിൻ്റെ ഒരു കാരണമാണ്. നമ്മുടെയൊക്കെ ഒരു വാസന, നമുക്കൊരു സത്സംഗ വാസന ഉള്ളത് കൊണ്ടും ഭഗവാന്റെ കഥ കേൾക്കാനുള്ളൊരു വാസനയും ഉണ്ട്. അതുകൊണ്ടാണ് ഒരേ രാമൻ, ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അയാൾ സീതയായിട്ട് കാട്ടിപ്പോവും. അതിനുശേഷം സീത മലയാളികളാണെങ്കിൽ എല്ലാ വർഷവും കേൾക്കും, ഇതില് എല്ലാ വർഷവും കേൾക്കും. ബോറടിക്കോ? ഇല്ല. ഇവിടെ ഭഗവാന്റെ കഥ കേൾക്കുന്നതില് ആ കഥ കേട്ടിട്ട് നമ്മൾ ഡിലേറ്റഡ് ആകണം എന്നാണ്. ഓക്കെ, അതില് എന്താണ്, അതിൽ ആനന്ദിക്കണം എന്നാണ്. ഇത് ഒരു കാര്യം, മികവ് കേൾക്കാനുള്ള താല്പര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാണ്. കാര്യം ഭഗവാനാണ് ഏറ്റവും മികച്ചത്. ഭഗവാനേക്കാൾ മികച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? പ്രധാനമന്ത്രി ഇല്ല, മുഖ്യമന്ത്രി ഇല്ല. ഏറ്റവും ഉയർന്നത് ഭഗവാനാണ്. അറിയാലോ, ഞാനത് ഡെഫിനിഷൻ ഒന്നും തരേണ്ട കാര്യമില്ലല്ലോ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാന, വൈരാഗ്യാദി കാര്യങ്ങള് അത് ഏറ്റവും സമഗ്രമായിട്ടുള്ള ആള്, ഏറ്റവും സമഗ്രമായിട്ടുള്ള ഈ ഏറ്റവും സമഗ്രമായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനില് നമുക്ക് പ്രേമമുണ്ടാകുമ്പോഴാണ്, ആ മികവിനോട് നമുക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ കഥ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുക. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഗുണമാണ്. ഭഗവാന്റെ കാര്യം എടുത്ത് മാറ്റി വെച്ചു, നമ്മൾ മികവിനെ സ്നേഹിക്കാൻ തുടങ്ങണം എന്നാണ്. എങ്ങനെ എന്നോട് പറയും, നല്ലതിനെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങണം എന്നാണ്. ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. നമ്മളൊക്കെ മനോരമയും മംഗളവും വായിച്ചിട്ടുണ്ടോ? ഒരാൾ വായിച്ചിട്ടില്ല, സൗമ്യാജി. മലയാളം അറിയത്തില്ല, എന്ത് ചെയ്യാനാ? ഉണ്ടെന്ന് ആദ്യം തലവലിക്കുക, പക്ഷെ സൗമ്യാജിയ. മനോരമ എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ? പണ്ട് വായിച്ചിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഉണ്ട്. നമ്മൾ അമർചിത്രകഥ വായിക്കും, മനോരമയും മംഗളവും വായിക്കും. പിന്നെയോ അവിടുന്ന് ചിലപ്പോൾ മാറിയിട്ട് ചിലപ്പോൾ മാതൃഭൂമി വായിക്കും, ഭാഷാഭൂഷണി വായിക്കും, പച്ചക്കുതിര വായിക്കും. പല രീതിയിൽ നമ്മൾ ചിലപ്പോൾ ഉയർന്നു വരും. ഇപ്പം മാതൃഭൂമിയുടെ ഭാഷാഭൂഷണിയുടെ ഒന്നും കഥ ചോദിക്കരുത്. എങ്കിൽ കൂടെയും അതൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഉള്ള കൃതികളാണെന്നെല്ലാണ് നമ്മൾ പറയുക. അങ്ങനെയൊക്കെയാണ് വെപ്പ്. ഓക്കെ,
ഇവിടെ നമ്മൾ മനോരമയിലും മംഗളത്തിലും ആണോ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് തമാശക്ക് പറയാം മാമാ മാധ്യമങ്ങൾ എന്ന് പറയുമായിരുന്നല്ലോ, അതിലാണോ നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ പോകുന്നത്, അതോ കുറച്ചും കൂടി ഉദാത്തമായിട്ടുള്ള കൃതികളിലാണോ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത്? ഏതാണ് നമ്മളെ രസിപ്പിക്കുന്നത്? ഭാഷാഭൂഷണി, ഞാൻ ഇതിന്റെ കാര്യമൊന്നും പറയല്ല. ചില ആൾക്കാർക്ക് അത് വായിച്ചാലേ മനസ്സിലാകത്തില്ല. അതല്ലെങ്കിലോ ശാസ്ത്രകൃതി ഞാൻ ഉദാഹരണമായിട്ട് മനഃപൂർവ്വം എടുക്കാത്ത. ഓക്കെ, ചില ഇതെന്തിനാ ഭാഷാഭൂഷണി, ഇതിൻ്റെ അത് ഈ ലേഖനങ്ങളൊക്കെ എന്ത് സാധനം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാർട്ടൂൺ മാത്രം ചിലപ്പോൾ നോക്കും, ഈ കാർട്ടൂൺ എന്ത് കാർട്ടൂണാ, അത് കൊള്ളത്തില്ല, അതിനേക്കാളും നല്ല മനോരമയിലെ ഫലിത ബിന്ദുവാ എന്ന് പറയാൻ ചില ആൾക്കാരുണ്ട്. കണ്ടിട്ടില്ലേ? നമ്മൾ ഏതോ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു, അതിനുശേഷം അത് ഇട്ടച്ചു പോയി. അതായത് നമ്മൾ മികവില് എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, നമ്മൾ ഏറ്റവും പെറ്റി ആയിട്ടുള്ളതില് അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടന്നു പോകുന്നു. വേറെ രീതിയിൽ പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്തിനെയാണോ ആരാധിക്കാൻ ശ്രമിക്കുന്നത്, നാം അത് എന്തിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അത് നാം പൊസസ് ചെയ്യാൻ ശ്രമിക്കും എന്നാണ്. എന്താ ഞാൻ പറഞ്ഞത്? ഞാൻ എന്തിനെയാണോ ആരാധിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് അത് ഞാൻ പൊസസ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് നമ്മുടെ ഉപാസനയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഞാനിവിടെ മികവിനെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വീണ്ടും ഇട്ട് വിചിന്തനം ചെയ്യുന്നത് എങ്കിൽ ആ മികവിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ കഥകളില് വീണ്ടും ആ രതി ഉണ്ടാക്കണം എന്ന് പറയാ. ഭഗവാൻ മോശമായിട്ടുള്ള ഒരു കഥ പറയാ ഇല്ല. നിങ്ങൾ പറയും മറ്റേ സീതയെ കൊണ്ട് കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു, ആ കഥയെ പറ്റി നമുക്ക് പിന്നെ വരാം. പക്ഷെ അത് നമ്മളാ പറയുന്നത് മോശമാണെന്ന്. പക്ഷെ ഭഗവാന്റെ ഓരോ കഥയും ഭഗവാന്റെ ജീവിതത്തിലെ ഓരോ ഇൻസിഡൻസും നമ്മളെ ഉയർത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. ഇതിനെ നമ്മൾ വീണ്ടും മനസ്സിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇന്നലെ സ്വാമിജി പറഞ്ഞ ഒരു കാര്യം ഞാൻ അപ്പം തന്നെ എഴുതിയെടുത്തായിരുന്നു. എന്താണെന്നറിയോ? സത്കഥകൾ കേൾക്കുന്ന സമയത്ത് എന്താ ഗുണം? ദുഷ്കഥകൾ കേൾക്കാതിരിക്കും അത്രയും നേരമെങ്കിലും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നമ്മുടെ വീട്ടില് ഇപ്പൊ എത്ര ചാനലുണ്ട്? ടി വിക്ക് 100 ചാനലോ 200 ചാനലോ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ നല്ലൊരു കാര്യം വെച്ചോണ്ടിരുന്ന വേറെ എത്ര പൊട്ട കാര്യങ്ങളും അപ്പുറത്തെ ചാനലിൽ കൂടെ പോകുന്നുണ്ടെങ്കിലും നമുക്കത് കാണേണ്ടി വരത്തില്ല. ശരി, അപ്പൊ നമ്മുടെ സമയം നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഭഗവാന്റെ കഥ കേൾക്കുന്ന സമയത്ത് വേറെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ചിലപ്പോൾ കയറില്ല എന്നാണ്. അപ്പം ഭഗവാന്റെ ഗ്ലോറി നമ്മൾ വീണ്ടും കേൾക്കാൻ ശ്രമിക്കണം. അത് നമ്മളെ ഉയർത്തുന്നതാണ്. ഇനി നമ്മൾ ഈ ഹനുമാൻ ചാലീസ കേട്ടല്ലോ, ഇപ്പൊ നമ്മൾ ചൊല്ലിയില്ലേ? അപ്പൊ അതിൻ്റെ അകത്തൊരു രസകരമായിട്ടുള്ള ഋതു വരും. രാമരസായന തുമരേ പാസ സദാരഹോ രഘുപതിക്കേ ദാസ. ഹനുമാന് ശ്രീരാമന്റെ കഥകളെല്ലാം ശ്രവിക്കുന്നത് അതെത്ര കേട്ടാലും അദ്ദേഹത്തിന് മതി വരില്ല എന്നാ, എത്ര കേട്ടാലും. അതുകൊണ്ടാണ് നമ്മൾ പറയുക എന്താണ്, ഈ ഹനുമാൻ സ്വാമി രാമായണം വായിക്കുന്ന സമയത്ത് എന്താണ് അവിടെ വന്നിരിക്കുമെന്ന്. എന്നിട്ട് നമ്മൾ മലയാളികൾ തന്നെ വേറൊരു രീതിയിൽ അടിച്ചു. എന്താ? സന്ധ്യക്ക് വീട്ടിൽ രാമായണം വായിക്കാൻ പാടില്ല. കാര്യം എന്നാ? വായിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഹനുമാൻ സ്വാമി പൂജ ചെയ്യുന്ന സമയമാണ്. അപ്പൊ പുള്ളിക്ക് കേൾക്കാൻ വരാത്ത കാരണം പുള്ളി എന്ത് ചെയ്യും? നമ്മളെ ശപിക്കും. യജ്ജാതി സാധനമായിട്ടാ വന്നേക്കുന്നത്. നോക്കിയേ, ഇമ്മാതിരി ഐറ്റമായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്തെങ്കിലും ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഭഗവാന്റെ നാമം നമ്മൾ ചെല്ലാതിരിക്കാനുള്ള ഐറ്റമായിട്ട് നമ്മൾ തന്നെ കണ്ടെത്തും. ഇല്ല, ഭഗവാൻ ഇദ്ദേഹത്തിന് അത് കേൾക്കുന്നത് ഇഷ്ടമാണ്. അതേപോലെ തന്നെ എന്താണ് ഭഗവാൻ അത് ഇഷ്ടമാണ്. നമുക്കതിനെ രസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും ഏതോ ഒരു കാലത്ത് ഇതൊക്കെ രസിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് പറയട്ടെ, നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത്, ഓക്കെ, നിങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാനോ കുഞ്ഞ് പോട്ടെ എങ്കിലും എന്താണ് കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അമ്മുമ്മയോ അപ്പൂപ്പനൊക്കെ ഒരു കഥ പറഞ്ഞു തരികയാണെന്ന് വെച്ചോ. ഓക്കെ, നമുക്കറിയാവുന്ന കഥയാണ്. അപ്പൊ ഇന്നലെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ആരെയാണ്, അല്ലെങ്കിൽ ശ്രീരാമനോ ശ്രീകൃഷ്ണൻ ആരായിക്കോട്ടെ ഒരാളെ കൊല്ലാൻ പോവാണ്. ശ്രീകൃഷ്ണൻ കംസനെ കൊല്ലാൻ പോവാണ്. കൊല്ലുന്നതിന്റെ കഥ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു തന്ന സമയത്ത് ഇങ്ങനെ ശ്രീകൃഷ്ണൻ വന്നിട്ട് കംസന്റെ കൊങ്ങയ്ക്ക് പിടിച്ചു, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു. അപ്പോഴത്തേക്ക് ഇങ്ങനെ പയ്യനിങ്ങനെ കണ്ണിങ്ങനെ വിടർത്തിരിക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കി, എന്നിട്ട് അങ്ങനെ പറിച്ചു എന്നെല്ലാം പറഞ്ഞിട്ട് കഥ പറഞ്ഞു തന്നു.
പിറ്റേ ദിവസം അമ്മൂമ്മ അത്രയും ഇൻട്രസ്റ്റ് അല്ല, വേറെ എന്താണ്ട് പണിയുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ വന്നു എന്നിട്ട് കംസനെ കൊന്നു എന്ന് പറഞ്ഞു. അങ്ങനല്ലമ്മേ, ഇന്നലെ കൊന്നില്ലേ അതുകൊണ്ടൊക്കെ കൊല്ലാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ ചിലപ്പം? അല്ലെങ്കിൽ നമ്മൾ കഥ പറഞ്ഞു കൊടുത്ത സമയത്ത് നമ്മുടെ കുട്ടികൾ പറഞ്ഞിട്ടില്ലേ ഈ ഇന്നലെ പറഞ്ഞ കണക്ക് ഒന്നുകൂടെ പറഞ്ഞേ? പക്ഷെ ഏതോ ഒരു സമയം ആകുമ്പോഴുണ്ടല്ലോ നമ്മൾ ആ ഭഗവാന്റെ ഗ്ലോറി കേൾക്കുന്നതിൽ നിന്ന്, മഹത്വം കേൾക്കുന്നതിൽ നിന്ന് അറിയാതെ താഴോട്ട് പോകും. എന്തുകൊണ്ടാണ് അറിയത്തില്ലേ? നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കയറിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടുകൊണ്ട് മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാർ ഗുരുദേവനെയൊക്കെ പറ്റി പറയുന്ന സമയത്ത്, ഭഗവാന്റെ കഥ പറയുന്ന സമയത്ത് അവരിരുന്ന് കരയുന്നത് ഞാൻ സത്യത്തിൽ കൊതിച്ചിട്ടുണ്ട്. ഒരു കഥ പറയുന്ന സമയത്ത് എനിക്കൊന്ന് കരയാൻ പറ്റുന്നില്ല എന്ന്. മനസ്സിലായില്ലേ? കരയണേ കണ്ണി കുത്തി വെള്ളമൊക്കെ വരുത്താം, അത് വേറെ കാര്യം. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാര്യം ഈ ഭക്തി എന്ന് പറയുന്നത് ആ ഒരു ഫീലിങ്ങിൻ്റെ കൂടെ. അപ്പം ഭഗവാന്റെ ഗ്ലോറി കേൾക്കുക എന്ന് പറയുമ്പോൾ, ആ മഹത്വം കേൾക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നിർമ്മലമാകുക. അങ്ങനെ നിർമ്മലമാകുമ്പോഴാണ് എനിക്കതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മൾ ഇവിടം കൊണ്ടാണ് കേൾക്കുന്നത്, ഇവിടം കൊണ്ടല്ല എന്നാ. ഒന്ന്, നമ്മൾ ഇവിടം കൊണ്ട് കേട്ടിട്ട് ഭഗവാന്റെ തലത്തിലേക്ക് ഉയരണം, അതൊന്ന്. രണ്ട്, ഭഗവാന്റെ മഹത്വം കേൾക്കുമ്പോൾ നമ്മളും വളരെ 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 നമ്മൾ നിർമ്മലമാകും എന്നാണ്. വേറൊന്ന് എന്താ വീണ്ടും വീണ്ടും കേൾക്കുന്നത്? നമ്മൾ എന്താ ഏറ്റവും കൂടുതൽ കേട്ടോണ്ടിരിക്കുന്നത്? നിങ്ങളുടെ 1000 സിനിമാ പാട്ട് കിടപ്പുണ്ട് ഫോണിൻ്റെ അകത്തോ ഐപോഡിൻ്റെ അകത്തോ. ഇപ്പം ഐപോഡൊന്നും ഇല്ല, അല്ലെങ്കിൽ സ്പോട്ടിഫൈക്കകത്തോ ഇങ്ങനെ തന്നെ കേൾക്കുന്നത്. നിങ്ങൾ ഏത് പാട്ടായിരിക്കും കേൾക്കുന്നത്? ഏത് പാട്ടാണ് കേൾക്കുന്നത്? നമുക്കിഷ്ടമുള്ളത്. ഭക്തിഗാനമൊന്ന് ഏത് പാട്ടാണ് കേൾക്കുന്നത്? ഭക്തിഗാനമൊന്ന് അല്ല, നമുക്കിഷ്ടമുള്ളതായിരിക്കും, നമ്മളത് ലൂപ്പിലിട്ട് കേട്ടോണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഭഗവാന്റെ കഥ കേൾക്കുക എന്ന് പറയുമ്പോൾ ഭഗവാനെ ഇഷ്ടമായതുകൊണ്ടാണ് എന്നാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഉണ്ടാക്കണം, അതൊന്ന്. അതല്ലെങ്കിലോ ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ ഭഗവാനിൽ നമുക്ക് ആ ഇഷ്ടം ഉണ്ടാകും എന്നാണ്. ഈ കോളേജിൽ സ്കൂളിലും പിള്ളേർ കാണിക്കുന്ന ഒരു പരിപാടി കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു പെൺപിള്ളേരുടെ പുറകെ പോകുന്ന സമയത്ത് അവൻ നോക്കി ഒന്നുമില്ല, വെറുതെ ഒരു 5 പ്രാവശ്യം പോയി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇനി അവനെങ്ങാനും നോക്കിയോ എന്ന് വിളി ചിന്തിക്കും. മനസ്സിലായില്ലേ? അതിലാണ് ലൈവ് വലിയ ഉറങ്ങുന്നതെന്ന് കണ്ടിട്ടില്ലേ? ഇതേപോലെ നമ്മൾ ഭഗവാനുമായിട്ടൊരു ബന്ധം വെക്കുന്നതാണ് എന്ത്? ഭഗവാന്റെ കഥ കേൾക്കുക. ഈ ബെഡ് ടൈം സ്റ്റോറീസ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ പുറത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ്? ആട് ചാടിയോ? ആടല്ലല്ലോ, ഷീപ്പ്, കൗണ്ട് ദി ഷീപ്പ് എന്നെല്ലാം പറഞ്ഞ് പിള്ളേരെ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, അവർക്കൊരു പരിപാടിയുണ്ട്. ഓക്കെ, ഒരു ഷീപ്പ് ചാടി, രണ്ടാമത്തെ ഷീപ്പ് ചാടി, അഞ്ചാമത്തെ ഷീപ്പ് ചാടുമ്പോൾ പതുക്കെ ഉറങ്ങും എന്നെല്ലാം പറഞ്ഞിട്ടൊരു സാധനമാണ്. ഓക്കെ, നമ്മുടെ അമ്മമാര് അങ്ങനെ അല്ല നമ്മുടെ കുട്ടികളെ ഉറക്കിയിരുന്നത്, ആണോ അല്ലയോ? അവര് ശ്രീകൃഷ്ണന്റെയും ശ്രീരാമന്റെയും ഹനുമാൻ സ്വാമിയുടെയും ഇത് കണക്കുള്ള മഹത്തരമായിട്ടുള്ള കഥകള് പറഞ്ഞിട്ടാണ് ഉറക്കിയത്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കഥകൾ ഉള്ളിൽ നിൽക്കും. ഈ ഉള്ളിൽ നിൽക്കുന്ന കഥകള് അത് അവരുടെ വാസനയായിട്ട് മാറുക. ശ്രീരാമനെ വാസനയാക്കുന്ന ആൾക്കാര്, ശ്രീകൃഷ്ണനെ ഹനുമാൻ സ്വാമിയെ വാസനയാക്കുന്ന ആൾക്കാര് ഇങ്ങനെയായിരിക്കും ലോകത്തിൽ ഇടപെടുക. നമ്മൾ നമ്മുടെ കുട്ടികളെ ഉറക്കേണ്ട എങ്ങനെയാ? ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയൊക്കെ കഥ പറഞ്ഞു കൊടുത്തു തന്നെ. അതേപോലെ നമ്മൾ ഈ കഥ കേൾക്കുന്നതില് ഒരു താല്പര്യം ഉണ്ടാക്കണം, അത് നമ്മളെ ഉയർത്തും. നമ്മുടെ സ്വഭാവം ബെസ്റ്റ് ആവട്ടെ എന്നാണ്. ബെസ്റ്റ് ആവട്ടെ എന്നാ കാര്യം എന്നാ? നമ്മൾ കേൾക്കുന്നത് ബെസ്റ്റാണ്. ഭഗവാന്റെ കഥ എന്ന് പറയുന്നത് ബെസ്റ്റാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ സ്വഭാവം ബെസ്റ്റാവും. നമ്മൾ സ്വഭാവ രൂപീകരണമാണല്ലോ. ഏറ്റവും മികവ് മാത്രം നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം ബെസ്റ്റാവുന്ന. ഇപ്പം നമ്മുടെ സ്വഭാവം എങ്ങനെ വെച്ചാൽ ചില ആൾക്കാർ നമ്മുടെ സ്വഭാവമൊക്കെ കണ്ടിട്ട് പറയാൻ കൊള്ളാം ബെസ്റ്റ് എന്നാണ് ഇപ്പം പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ സ്വഭാവം കണ്ടിട്ട്. അങ്ങനല്ലാതെ നമ്മുടെ സ്വഭാവം ഏറ്റവും മികവാകാൻ ഏറ്റവും എളുപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ള കഥകൾ കേൾക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താമേ ഈ പോയിന്റ്. ആരാ പറഞ്ഞെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് ഭാരതത്തിലെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ലാക്ക് ചെയ്യുന്ന ഏറ്റവും മികച്ച കാര്യം, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാരതത്തിൻ്റെ ഏറ്റവും ഗ്ലോറിഫൈഡ് ആയിട്ടുള്ളൊരു പാസ്റ്റ് നമ്മുടെ കുട്ടികൾ അറിയുന്നില്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഓർത്ത് നോക്കണേ. വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു സംഭവമാണ്.
എത്ര വർഷം ഭാരതം ആക്രമണങ്ങൾ നേരിട്ടു? ആയിരക്കണക്കിന് വർഷം ഭാരത ആക്രമണങ്ങൾ നേരിട്ടു. ഇന്നും ഈ സംസ്കാരം ഇവിടെ തകരാതെ നിന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ വിജയിച്ചിട്ടില്ലേ? വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഈ സംസ്കാരം ഇവിടെ തകരാതെ നിൽക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെങ്കിലും സ്കൂളിൽ പഠിച്ച സമയത്ത് നമ്മൾ വിജയിച്ച ഏതെങ്കിലും ഒരു കഥ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടോ? ഇത്തിരി ബുദ്ധിമുട്ടാ. നമ്മൾ നമ്മുടെ ഗ്ലോറിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അതില്ലാത്തിടത്തോളം കാലം നമുക്കൊരു ആത്മാഭിമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവില്ല. അങ്ങനെ ആത്മാഭിമാനം ഇല്ലാത്ത ഒരു തലമുറയെ പല പല തലമുറകളെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് കണക്കുള്ള മഹത്തരമായിട്ടുള്ള കഥകൾ കേൾക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അവനവനെ പറ്റി, ഭഗവാനെ പറ്റി കേൾക്കാൻ പറഞ്ഞു, അത് മാത്രമല്ല അവനവനെ പറ്റിയും കേൾക്കുക എന്നുള്ളത്, അത് എന്നെ പറ്റിയല്ല, നമ്മുടെ നാടിനെ പറ്റി കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഇൻസ്പിറേഷനെ വളർത്തുകയും ചെയ്യുന്നതാണ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിമ്പിൾ പോയിന്റ് കണക്ക് നമുക്ക് തോന്നും. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറില്ല. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും എന്താണ്, അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറുണ്ടോ? അതോ മോനെ ഇന്നാടാ ഫോൺ എടുത്ത് പിടിച്ചോ എന്നാണോ ചെയ്യുന്നത്? ആലോചിക്കേണ്ട കാര്യമാണത്. നമ്മൾ തീർച്ചയായിട്ടും ഭഗവാന്റെ കഥകള് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ ആര് പറഞ്ഞു കൊടുക്കും? അമൃതചിത്ര കഥയാ. അമൃതചിത്ര കഥ അവർ വായിച്ചോളൂ, അത് വേറെ കാര്യം. അതല്ലാതെ നമ്മൾ പറഞ്ഞു എനിക്ക് പറയാൻ അറിയില്ല സ്വാമി, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? നമ്മുടെ കുട്ടിയോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ ഒരു പ്രകടനം കൂടെ ആകണം എന്ത്? ഭഗവാന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് ആ മഹത്വം വീണ്ടും വീണ്ടും കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒന്ന് സത്സംഗം. ആ സത്സംഗത്തിൽ നിന്ന് നമ്മൾ ഭക്തിയിലേക്ക് കടക്കണം എന്നാണ്. സംഘസസ്തു വിധീയതാം ഭഗവതോ ഭക്തിർദൃഢാധീയതാം. ഈ ഭക്തിയുടെ ഫലമാണ് വീണ്ടും വീണ്ടും ഭഗവാന്റെ കഥ കേൾക്കാൻ നമുക്ക് തോന്നുന്നത്. ബോറടിക്കാതെ കേൾക്കാൻ തോന്നുന്നു. ബോറടിക്കാതെ കേൾക്കാൻ തോന്നുന്നു. രാമായണം എത്ര തവണ കേട്ടാലും, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ചരിതങ്ങൾ എത്ര തവണ കേട്ടാലും നമുക്ക് ബോറടിക്കാതിരിക്കുന്നത് നമ്മുടെ ഒരു നല്ല വാസനയാണ്. ഇത് നമ്മൾ വീണ്ടും വീണ്ടും പോഷിപ്പിക്കണം, നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണം. ഇന്നലെ നമ്മൾ പറഞ്ഞ കണക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് പറഞ്ഞു കൊടുക്കണം, കഥ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ശരി. ഇനിയോ മൂന്നാമത്തത്, അവതാഭക്തിയില് മൂന്നാമത്തെ എന്താണ്? ഗുരുപദ പങ്കജ സേവ തീസരി ഭഗതി അമാന. എന്താ സാധനം? ഗുരുവിന്റെ പാദപങ്കജത്തിൽ സേവ ചെയ്യണം. അതാണ് മൂന്നാമത്തത്. എന്ത്? എങ്ങനെ സേവ ചെയ്യണം? മാനമില്ലാതെ, നാണം ഇല്ലാതെന്നല്ല, അഹങ്കാരം ഇല്ലാതെ ഗുരുവിന്റെ പാദപങ്കജത്തില് സേവ ചെയ്യണം. രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ അത് നോക്കേണ്ടത്. ഒന്ന്, ഗുരു ആരാന്ന് കാണണം. രണ്ട്, സർവീസ് സേവ എന്താണെന്ന് കാണണം. മൂന്ന്, ഈഗോ അല്ലെങ്കിൽ ഈഗോലെസ്നെസ് എന്താണ് എന്ന് അറിയണം. ഇത് മൂന്നും നമ്മുടെ വളർച്ചയ്ക്ക് വളരെ 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 ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇവിടെ സെർവ് ദി ലോട്ടസ് ഫീറ്റ് ഓഫ് ഗുരു. എങ്ങനെ? ഏറ്റവും ഹ്യൂമിലിറ്റിയോടുകൂടി, അഹങ്കാരം ഇല്ലാതെ നമ്മൾ ഗുരുവിൻ്റെ പാദകമലത്തിനെ ശുശ്രൂഷിക്കണം എന്നാണ്. സത്സംഗം കണ്ടു, നമ്മൾ സത്സംഗം എന്ന് കണ്ടു. പക്ഷേ അവിടെ നമ്മളൊരു സ്പെസിഫിക്കലി ഗുരുവിനെ കൊണ്ടുവന്നില്ല. ഇവിടെ തീർച്ചയായിട്ടും നമ്മൾ ഗുരുവിന് വഴങ്ങി നമ്മൾ ഗുരുവിന് സേവ ചെയ്യണം. കാര്യം ഇത് പണ്ട് നമ്മുടെ കൾച്ചറിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്കറിയില്ല. അതായത് നിങ്ങൾ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഉപനിഷത്തിലേക്ക് കഥ ഗുരുവിൻ്റെ അടുക്ക് ചെല്ലുന്ന സമയത്ത് ഗുരു പറയും, കുറച്ച് ചോദ്യങ്ങളായിട്ട് ചെല്ലുന്ന സമയത്ത് ഗുരു പറയും, ഇവിടെ ആശ്രമത്തിൽ നിൽക്ക്, ഒരു വർഷം ഇവിടെ സേവ ചെയ്തതിന് ശേഷം എന്താണ് ഇങ്ങേര് നമ്മളെ കൊണ്ട് ഫ്രീ ആയിട്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയാണോ? അല്ലല്ലല്ല. കാര്യം അവിടെ ഒരു 2 വേ സംഭവം നടക്കുന്നുണ്ട്. ഒന്ന്, ഈ വന്ന ശിഷ്യന്മാർക്ക് ഗുരു ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. ഗുരുവിന് ആ ശിഷ്യന്മാരെ മനസ്സിലാക്കും. ഇതൊരു കാര്യം, സേവയുടെ ഒരു ഫലമാണ്. അല്ലെങ്കിൽ എന്താ സേവനം എന്ന് പറഞ്ഞാൽ എന്താ സേവനം? എന്താ സേവനം? പ്രതിഫലിച്ച കൂടാതെ നമ്മൾ ചെയ്യുന്നതിനെയാണ് സേവനം എന്ന് പറയുന്നത്. കൃത്യമാണ്. ഓക്കെ, ഇതല്ലാതെ വേറെ സേവനം
ചിന്മയാനന്ദ സ്വാമിജി പറയും, സ്നേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് സേവനം. സ്നേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനമാണ് സേവനം. ഇവിടെ ഗുരുസേവ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ സ്നേഹത്തിനെ പ്രകടിപ്പിക്കാനുള്ളൊരു സാധ്യതയാണ്. ആദ്യം എനിക്ക് സ്നേഹമൊന്നും കാണത്തില്ലേ, ആദ്യമായിട്ട് വരുമ്പോൾ ആരാന്ന് പോലും അറിയാത്ത ഒരു ഗുരുവിനോട് എന്ത് സ്നേഹം തോന്നാനാ. പക്ഷേ ഞാൻ സേവനം ചെയ്യുന്ന സമയത്ത് പതുക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ്, അറിയാതെ എൻ്റെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടായി വരുന്ന. നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോയ സമയത്ത് ജനഗണമന ചൊല്ലുന്ന സമയത്ത് അറ്റൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ബഹുമാനം ഉണ്ടായിരുന്നോ? ദേശീയ ഗാനത്തിനോട് ഉണ്ടായിരുന്നോ? ഇല്ല. ടീച്ചർ പറഞ്ഞു ആ അറ്റൻഷനായിട്ട് നിൽക്ക്, നമ്മളിൽ നിന്നു. പക്ഷേ ആ അറ്റൻഷനായിട്ട് നിൽക്കുന്നത് ദേശീയ ഗാനത്തിനോടുള്ള ബഹുമാന സൂചകമാണ് എന്ന് പറഞ്ഞ് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊരു ഫീൽ വരില്ലേ? ഇതേപോലെയാണ് സേവനം എന്ന് പറയുന്നത്. ചിലപ്പം ആ സ്നേഹത്തിന്റെ പ്രകടനം ആദ്യം കാണില്ല, പക്ഷെ ഞാൻ സേവനം ചെയ്തു തുടങ്ങുമ്പോൾ അറിയാതെ എൻ്റെ ഉള്ളില് ആ സ്നേഹം ഉണ്ടായി വരുന്ന. നമ്മുടെ ഈഗോയെ പൊട്ടിക്കാൻ ഇതിനേക്കാൾ മികച്ചൊരു കാര്യമില്ലെന്നാ പറയാ. സർവീസാണ് നമ്മുടെ ഈഗോയ്ക്ക് വേണ്ട ഏറ്റവും മികച്ച മെഡിസിൻ എന്നാണ്. ആരെ സെർവ് ചെയ്യണം? അത് ഗുരുവിനെ തന്നെ സെർവ് ചെയ്യണം. കാര്യം എന്നാ, അങ്ങേരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ബന്ധം. ആരുമായിട്ടുള്ള ബന്ധമാണ്? ഏതാ പറയാ, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ ആൾക്കാരാ. ഓക്കെ, സത്യത്തിൽ ഏറ്റവും ഗുരുവായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും മികച്ചതെന്നാ, അമ്മയുടേനേക്കാൾ. കാര്യം അമ്മയ്ക്ക് പോലും എൻ്റേത് എന്നുള്ളൊരു തോന്നലുണ്ട്. ഗുരു അതുപോലും കൊണ്ടുവരാതാണ് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം എന്നാണ്. ഗുരു അവിടെ ശിക്ഷ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ശിഷ്യൻ നന്നാവണമെന്ന് വെച്ചിട്ടാ, അവൻ ഇതിന് ശേഷം എന്നെ നോക്കും എന്ന് വിചാരിച്ചിട്ടല്ല. മനസ്സിലായല്ലേ? ചില അമ്മമാരൊക്കെ ഇത് കഴിഞ്ഞിട്ട് അവൻ എന്നെ നോക്കണമല്ലോ എന്നല്ലേ വിചാരിച്ചിട്ടായിരിക്കണം. ഇല്ല. ഗുരുവിൻ്റെയും ശിഷ്യന്റെയും ബന്ധം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു ബന്ധമാണ്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഗുരുവിന് നമ്മൾ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഗുരുവിന് നമ്മൾ സേവനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഈഗോ വളരെ കുറയും. കാര്യം സർവീസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈഗോയെ ക്രാക്ക് ചെയ്യും. 2, ഗുരു അതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യുകയും ചെയ്യും. ചിന്മയാനന്ദ സ്വാമിജിയുടെയൊക്കെ രസകരമായിട്ടുള്ള കഥകളുണ്ട്. അതായത് ഒരു പ്രാവശ്യം സ്വാമിജി ഗുരുദേവൻ താമരൈപ്പാക്കത്ത് ഒരു ആശ്രമത്തിൽ വന്നു. നമുക്ക് ആശ്രമമുണ്ട് താമരൈപ്പാക്കത്ത്. ആരെങ്കിലും പോയിട്ടുണ്ട്? ഇവിടെ ചില ആൾക്കാർ പോയിട്ടുണ്ട്. ഓക്കെ, താമരൈപ്പാക്കത്ത് ആശ്രമത്തിൽ വന്നു. അപ്പൊ സ്വാമിജി വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പം അവിടെ ആൾക്കാർ ഗംഭീരമായിട്ടുള്ള ക്ലീനിങ് ആണ്. അങ്ങനെയാണല്ലോ ഇപ്പം സാധാരണ രീതി. ഇപ്പൊ ഗുരുജിയൊക്കെ വരുമ്പോൾ നമുക്ക് ചിരി വരും. കാര്യം ഇവിടെ ആശ്രമത്തിൽ എങ്ങനെയാ വെച്ചാൽ ഗുരുജിയെ ഏത് വഴി കൂടെ കൊണ്ടുപോകണമെന്ന് ഓൾറെഡി തീരുമാനിച്ചിട്ട് അവിടെ മാത്രം പെയിന്റ് അടിക്കും. മനസ്സിലായ? അങ്ങനെയൊക്കെ ചിരി കളയും. പാവം ഗുരുജി നമ്മൾ പറയുന്ന വഴി, സ്വാമിജി ഇത് വഴി എന്ന് പറയുമ്പോൾ ഗുരുജി വരും. ഗുരുദേവൻ അങ്ങനെയല്ല, ഇങ്ങനെയാണ് പറയുന്നവരെ ഗുരുദേവൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഓടുമെന്നാ. അപ്പോൾ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഗുരുദേവൻ ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവിടെ മുഴുവൻ ഗംഭീരമായിട്ട് വൃത്തിയാക്കല്, ഭയങ്കര പരിപാടി. അതെല്ലാം കഴിഞ്ഞിട്ട് അമ്പലമൊക്കെ കഴുകി തുടച്ചതൊരു കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗുരുദേവൻ ആരാമോൻ ഇത് കണ്ട ഗുരുദേവന്റെ മറ്റേ ഉള്ളിലുള്ള കുസൃതി പിന്നെയും പുറത്തെയാടും. ഗുരുദേവൻ അവിടെ വന്നു ആരതി കാണിക്കുകയാണ്. ഭഗവാൻ ആരതിയൊക്കെ കാണിച്ചിട്ട് ഗുരുദേവനെ കൊണ്ടുവന്ന് ആരതി തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുരുദേവൻ അതെല്ലാം ആരതി എല്ലാം കഴിച്ചിട്ട് തിരിച്ചിറങ്ങുന്ന വഴിക്ക് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് ഗുരുദേവൻ ചോദിച്ചു, പുളി കിട്ടുമോ എന്ന് ചോദിച്ചു. ഉടനെ പുളി എവിടെ എന്ന് പറഞ്ഞ ആൾക്കാർ ഗുരുദേവൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓടുമല്ലോ. എവിടെ പുളി? ഗുരുദേവൻ ചോദിക്കുന്നു പുളി. അപ്പം ആര് ചോദിച്ചു, അല്ല ഗുരുദേവ എന്തിനാ? അല്ല തിരുമേനിക്ക് കൊടുക്കാനാ. എന്താ വെച്ചാല് ആ പ്ലേറ്റിന്റെ താഴെ അഴുക്കുണ്ടെന്ന്, അത് നടക്കാനാണ്. ഇത് ഗുരുദേവൻ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇവര് വൃത്തിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്, ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിനെ ഗുരുദേവൻ നന്നായിട്ട് അക്നോളജും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കെങ്ങാനും ആ സമയത്ത് അവിടെ ഉള്ളവർക്ക് ഒരു തോന്നല്, കണ്ടാ ഞങ്ങൾ വൃത്തിയാക്കി, ഗുരുദേവനൊന്നും കുറ്റം പറയാനില്ല എന്ന് പറയുന്ന സമയത്ത് പുള്ളി ആരാ മോന്ന. അപ്പൊ ഒരു സാധനം അടിച്ച് പുളി കിട്ടുമോന്ന്. എന്തിനാ സ്വാമിജി പുളി ഇപ്പൊ കൊണ്ടുവരാൻ സ്വാമി? എന്തിനാ? അല്ല തിരുമേനിയുടെ പ്ലേറ്റ് അത് മാത്രം ഇവര് എടുത്തില്ല. കാര്യം തിരുമേനിയുടെ കയ്യിലായിരുന്നല്ലോ ആ പ്ലേറ്റ്, അത് അകത്തിരിക്കുമായിരുന്നു. ഗുരുദേവൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് താഴെ ഇങ്ങനെ കണ്ടിട്ടില്ലേ കറുത്ത അഴുക്ക് ഇങ്ങനെ വരും. അത് വൃത്തിയാക്കാൻ പറയാൻ. അതോടുകൂടി ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഗ്യാസ് ബുസ് തീർന്നില്ലേ? അറിയാം എവിടെ കൊടുക്കണം.
ഇതൊരു ഗുരുവിനെ അറിയുള്ളൂ. നമ്മളെങ്ങാനും ഈ ആധ്യാത്മിക പാതയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഞാൻ എന്നുള്ളത് പൊങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അടിക്കാൻ ഗുരുവിനറിയാം. ഏറ്റവും വാഗ്മിയായിട്ടാണല്ലോ നമ്മൾ ചിന്മയാനന്ദ സ്വാമിജിയെ പറയുക ഇല്ലേ? ചിന്മയാനന്ദ സ്വാമിജിയൊക്കെ ഗുരുദേവനെ പറ്റി സംസാരിക്കാൻ പറയും. ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുവിനെ പറ്റി, പരമഗുരു തപോവൻജിയെ പറ്റി ഗുരുദേവൻ ഉണ്ടായിരിക്കും. എന്നിട്ട് ഗുരുദേവൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഇൻ ഹിം ഐ ബിക്കേം സൈലന്റ്. രണ്ടർത്ഥമാണ്. ഒന്ന്, തപോവൻ സ്വാമിജിയെ പറ്റി ആലോചിക്കുമ്പോൾ ഗുരുദേവൻ സൈലന്റ് ആവും. അതിനേക്കാൾ ഉപരി ഗുരു ആരാണ്? ആ ഗുരുവിലാണ് ഞാനെന്നുള്ള ആ ഭാവമല്ലേ, അത് സൈലന്റ് ആവുന്നത്. ആ ഗുരുവിൻ്റെ സേവ നമ്മളെ ഉയർത്തും. ഈ ഈഗോ, അതും എങ്ങനെ സേവ? ഈഗോ ഇല്ല. ചില ആൾക്കാർക്ക് സേവ ചെയ്യുന്നുണ്ടോ? ഞാനുണ്ടല്ലോ, എൻ്റെ ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ഞാനാണ്. അങ്ങനെ കണ്ടിട്ടില്ലേ? ഈ ക്ലാസ്സിലെ ഏറ്റവും മികച്ച സ്റ്റുഡൻ്റ് ആരാ? സ്വാമി എന്നെ പറ സ്വാമി എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ചില ആൾക്കാർ അങ്ങനെ ഫീൽ ചെയ്യും. അങ്ങനാണത്, നാച്ചുറലാണ്, മനുഷ്യരല്ലേ. ഇവിടെ ഗുരുവിനെ സേവ ചെയ്യുന്നത് ആരോടും മത്സരബുദ്ധിയോടുകൂടിയല്ല. പിന്നെയോ നമ്മൾ ഒരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലാതെയാണ്. ഇതിന്റെ ഫലം എന്താ? ഗുരുസേവയുടെ ഫലം എന്താ? വേണ്ട, ഗുരുസേവ മാറ്റിവെക്ക്. സേവനത്തിന്റെ ഫലം എന്താ? സേവനത്തിന്റെ ഫലം പറ ടെക്നിക്കലി. അത് തന്നെ, അതാണ് ചിത്തശുദ്ധി. അപ്പൊ പറയണം എന്താണ്? കർമ്മയോഗം കർമ്മണ ജായതേ ചിത്തശുദ്ധി ഒന്ന് അപ്പടിക്കണം. അതാണ് സേവനത്തിന്റെ ഫലം. എന്താണ്? ചിത്തശുദ്ധി. അതാണ് നമ്മൾ പറയാം ഇല്ലേ? സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ചിത്തത്തിന്റെ മലം. ടെക്നിക്കലി കുറച്ച് സംസാരിക്കാം. എന്താണ് മലം എന്ന് പറഞ്ഞാൽ? എന്താണ് ചിത്തത്തിന്റെ മലം? എന്താണ്? അത് സ്വാർത്ഥതയാണ്. വാസനയിൽ നിന്ന് രാഗദ്വേഷം, അത് സ്വാർത്ഥതയായിട്ട് ഇങ്ങനെ കാണും. ആ സ്വാർത്ഥത ഇല്ലാതെയാക്കാൻ നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെയാണ് സേവനം എന്ന് പറയാ എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സേവനം തന്നെ പല തലങ്ങളിൽ അല്ലെ? സേവനം അല്ലല്ലോ, ഈ ചിത്തശുദ്ധി തന്നെ പല തലങ്ങളിലുണ്ടല്ലോ. ചില ആൾക്കാർ ഞാൻ നന്നായാൽ, ഞാൻ മോശമായാലും, ഞാൻ നശിച്ചാലും കുഴപ്പമില്ല, വേർത്തം നശിച്ചു പോണേന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാർ ഞാനും നശിക്കരുത്, ഇല്ല അവരും നശിക്കരുത്, പക്ഷെ അവരെക്കാൾ കൂടുതൽ എനിക്ക് വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചില ആൾക്കാർ എനിക്ക് കിട്ടിയതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് കിട്ടണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പല തലങ്ങളിലുണ്ട്. ചില ആൾക്കാർ ഞാൻ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എല്ലാവരും നന്നായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചിത്തശുദ്ധിയുടെ പല തലങ്ങളൊക്കെ കാണും. ഇത് ഗുരുസേവയിൽ കൂടെ, ഗുരുവിനെ മാത്രമല്ല സമാജത്തിന് നമ്മൾ സേവ ചെയ്യണം. പക്ഷെ ഗുരുസേവയിൽ കൂടെ ഉള്ള ഫലം എന്താണ്? സേവനത്തിന്റെ ഫലം നമ്മൾ ചിത്തശുദ്ധി എന്ന് പറഞ്ഞു. എന്നാൽ സ്പെസിഫിക്കലി ഗുരുസേവയിൽ കൂടെ ഫലം എന്താ? അതും ചിത്തശുദ്ധി നമുക്കുണ്ടാക്കും. അതല്ലെങ്കിൽ ചിലപ്പം നമ്മൾ പറയുക മോക്ഷം തന്നെയാന്നാ. മോക്ഷം തന്നെയാണെന്ന്. ഇവിടെ ശങ്കരാചാര്യസ്വാമികളുടെ ഇവിടെ നിന്ന് നമുക്കത് പറയാമെന്നാ. നിങ്ങൾ തോടകാചാര്യസ്വാമികളുടെ കഥ കേട്ടിട്ടില്ലേ? ഗിരി എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, സേവകനായിരുന്നു, ശിഷ്യനായിരുന്നു. അപ്പം എല്ലാ ദിവസവും ഭാഷ്യം പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഗിരി അവിടെ വന്നിരിക്കും. ഇങ്ങേർക്കൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ വിശദീകരിക്കും. ഗിരി അതൊക്കെ കേട്ടുകൊണ്ടിരിക്കും. ഏത് സമയം എന്താണ്? ശങ്കരാചാര്യസ്വാമികളെ, ആചാര്യസ്വാമികളെ സേവ ചെയ്യുക എന്നാളാണ് ഗിരിയുടെ ജീവിതത്തിലെ ആകെ കൂടിയുള്ള ലക്ഷ്യം. അതാണ് ഗിരി ആകെ കൂടെ ചെയ്യുക. ഓക്കെ, പഠനമൊന്നും ഭാഷ്യം വായിച്ച എന്ത് ഭാഷ്യം എന്നൊക്കെ ആയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗിരി എന്തോ ആവശ്യത്തിനായിട്ട് പുറത്തുപോയി. ഭഗവാന്റെ വസ്ത്രം നനയ്ക്കാൻ വേണ്ടിയിട്ട് പോയി എന്നാ. അപ്പം ക്ലാസ്സിന്റെ സമയമായ സമയത്ത് ശ്രീ ശങ്കരാചാര്യസ്വാമികൾ വെയിറ്റ് ചെയ്യാണ് എന്നാ. അദ്ദേഹം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാമി തുടങ്ങിയാലോ, സഹനാവതു സ്വല എന്ന് പറഞ്ഞതാ. ഇല്ലില്ല, ഗിരി വന്നില്ലല്ലോ, ഗിരി വന്നിട്ട് തുടങ്ങാമെന്ന്. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ആരോ ചോദിച്ചു, ഗിരിക്ക് വേണ്ടിയിട്ട് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? അവൻ എന്ത് മനസ്സിലാവാനാണ്? ഓക്കെ, ഇത് കേട്ട് ശ്രീശങ്കരൻ പുഞ്ചിരിച്ചു എന്നാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ഗിരിക്ക് കൊടുക്കേണ്ടത് കൊടുത്തു എന്നാണ്. ഗിരി അവിടെ ഇതിലെന്നാണ് നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്
ഭഗവാന്റെ അപാര കരുണയാൽ ആ മോക്ഷത്തിനെ തന്നെ പ്രാപിക്കുന്നതാണ്. അപ്പം ആ ഒരു വെളിപാടിലാണ് വിദിതാഖില ശാസ്ത്രസുധാചലതേ മഹിതോപനിഷത് കഥിതാർത്ഥനിതേ എന്ന് പറഞ്ഞിട്ട് ആ തോടകാഷ്ടകം ചൊല്ലിക്കൊണ്ട് വന്നതാണ്. ആലോചിച്ച് നോക്കൂ. അതായത് നമ്മളില് ചിലപ്പം മേധയോ അതല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നുമല്ല, ഗുരുവിനെ നമ്മൾ ഫുള്ളി സറണ്ടറായി സേവിക്കാൻ പറ്റുന്നത് നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഒരു സംശയവും വേണ്ട. നമ്മൾ ആ പരമ്പരയിലുള്ളവരാണ്. ശാസ്ത്രം പഠിക്കണം നിർബന്ധമില്ല. ഗുരുവിനെ നമുക്ക് സേവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ശിവാനന്ദ സ്വാമിജിയുടെ ഒരു കഥയുണ്ട്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൃത്യം പേര് എനിക്കറിയില്ല. ശിവാനന്ദ സ്വാമിജിയുടെ അവിടെ ഒരു ബ്രഹ്മചാരി ഒരാൾ വന്നിട്ട് അവിടെ ജോയിൻ ചെയ്തു എന്നാണ്. അദ്ദേഹം കുറേ കാലം അവിടെ നിന്നു. അടുക്കളയിലാണ് ജോലി. കുറേ കാലം അവിടെ നിന്ന് സേവനം ചെയ്തു. ഏറ്റവും അവസാനം ഇദ്ദേഹത്തിന് ഒരു മടുപ്പ് കണക്കായി. കാര്യം എന്നാ, ഗുരു ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാലങ്ങളായിട്ട് ഇവിടെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുക. ഓക്കെ, അദ്ദേഹം തീരുമാനിച്ചു, നാളെ ഞാൻ ഇവിടുന്ന് പോവാണ് തീരുമാനിച്ച സമയത്ത് ഇതെങ്ങനെയോ ശിവാനന്ദ സ്വാമിജി അറിഞ്ഞു എന്നാണ്. ഇത്രയും നാള് രണ്ടോ മൂന്നോ വർഷം അദ്ദേഹം അവിടെ ഗംഭീരമായിട്ട് സേവ് ചെയ്യുക. ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. ഇദ്ദേഹം ഇവിടെ നിന്ന് സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം യഥാർത്ഥത്തിൽ വന്നത് എന്തെങ്കിലും പഠിച്ചിട്ട് അറിവ് നേടാനൊക്കെയാണ്. പക്ഷെ ഇവിടെ കിട്ടിയ ജോലി എന്താണ്? അടുക്കളയിൽ പണിയെടുക്കുക എന്നുള്ളതാണ്. ഇയാൾ അവിടെ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുക. ഇനി നിവൃത്തിയില്ല, ഗുരു എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, ഞാൻ പോവാണെന്ന് തീരുമാനിച്ച സമയത്ത് ശിവാനന്ദ സ്വാമിജി ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ട് റൂമിൽ പോയി. 3 ദിവസം ഗുരു അവൻ്റെ അകത്ത് തന്നെ, ശിഷ്യനെ അതിൻ്റെ അകത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയെന്നാണ്. ഇദ്ദേഹമാണ് ബീഹാർ സ്കൂൾ ഓഫ് യോഗ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, സ്ഥാപിച്ചത്. സത്യാനന്ദ സ്വാമിജിയുടെ കഥയാണിത്. സ്വാമിജി ഇത് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഒരു സേവകനായിട്ട് ഇന്നൊരാളെ ഇങ്ങനെ മാറ്റുകയാണ് എന്നാ ഗുരുവിൻ്റെ കാരണം. നമ്മളാരും ഇവരുടെ ഒന്ന് കഥ പറയാൻ പോലും ആൾക്കാരല്ലേ, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു ശിഷ്യന്റെ കഥ പറയാൻ പോലും നമ്മളൊന്നും യോഗ്യരല്ല. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു. ആലോചിച്ചു, നമ്മൾ ഗുരുവിനോട് എന്ത് ചോദിക്കും? നിനക്ക് എന്ത് വേണം എന്ന് ഗുരു ചോദിച്ചാൽ നമുക്ക് ഗട്ട്സ് ഉണ്ടോ മോക്ഷം വേണമെന്ന് പറയാൻ? ഉണ്ട്. ഓക്കെ, ചില സമയത്തുണ്ടല്ലോ നമുക്ക് അത് ചിലപ്പം അത് വീണ്ടും നമ്മൾ ഇവിടുന്നാണോ ചോദിക്കുന്നതെന്നാ. ഇനിയോ ഞാൻ ചോദിക്കാതെ ഗുരു എനിക്ക് ഈ മോക്ഷത്തിനെ നൽകും. എപ്പോഴാണെന്നറിയോ? ഞാൻ പൂർണ്ണമായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത്. അത് ഏത് സമ്പ്രദായം ആയിക്കോട്ടെ, വേദാന്തം ആയിക്കോട്ടെ, ഭക്തി ആയിക്കോട്ടെ, ഏത് സമ്പ്രദായം ആയിക്കോട്ടെ, നമ്മൾ ഗുരുവുമായിട്ട് ട്യൂൺഡ് ആകുന്ന സമയത്ത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ഒരു കാര്യം അറിയാലോ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ് നമുക്കുള്ളൊരു ബലം. ഗുരുജിയുടെ ആ ഒരു ഗംഭീരമായിട്ടുള്ള ഭജനയില്ലേ, ഗുരുദേവ് തവ മഹനീയ കൃപ മേരാ ജീവൻ കാ അവലംബൻ ഹേ ബസ് ഏക് ഹി മേരാ ബൽ ഹേ. ഇത് മാത്രമാണ് ബലം. നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ ഗുരു പറയുന്നത് ചെയ്ത് ആ സേവ പൂർണ്ണമായിട്ട് ചെയ്യണം എന്നാ. ഒരൊറ്റ കാര്യം കൂടെ പറയാൻ നിർത്താതെ 3 മിനിറ്റ് സമയമുണ്ടെങ്കിൽ, ഇവിടുത്തെ സ്വാമിജി ഉണ്ട്, സ്വാമി അദ്വൈതാനന്ദജി സ്വാമിജി. ഞാനിവിടെ കുറേ നാൾ സ്വാമിജിയുടെ കൂടെ ഞാൻ സെർവ് ചെയ്താണ്, സ്വാമിജി അറിയാം. ആ സമയത്ത് സ്വാമിജി എൻ്റെ ചോദിച്ചു, എന്തുവായിരുന്നു നിൻ്റെ അംബീഷൻ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. നമുക്കെന്താ അംബീഷൻ? നമുക്കങ്ങനെ അംബീഷൻ ഒന്നുമില്ല. പറഞ്ഞേ ഇല്ലേ സ്വാമിജി, ഒന്നുമില്ല അംബീഷൻ. നീ എന്തായേനെ, നീ ബ്രഹ്മചാരി ആയില്ലെങ്കിൽ? ഞാൻ പറഞ്ഞു അറിയില്ലേ സ്വാമിജി, ചിലപ്പോൾ ഞാൻ വല്ല ഇവന്റ് കോർഡിനേറ്റർ ആകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ മെയിൻ പരിപാടി അതാണല്ലോ. അറിയില്ലേ സ്വാമിജി? ഞാൻ പറഞ്ഞു. സ്വാമിജി ചോദിച്ചു ഞാൻ എന്താവുക എന്നറിയാവോ? ഒരു എന്താവും സ്വാമിജി എന്തായനെ? ഞാൻ ചിലപ്പോൾ ഡോക്ടറായനെ. കാര്യം വീട്ടുകാർക്കൊക്കെ എന്നെ ഡോക്ടറാകാനാണ് വീട്. എന്നിട്ട് സ്വാമിജി പറഞ്ഞു, പക്ഷെ എനിക്കറിയത്തില്ലടാ ഇപ്പോഴും ഞാൻ എന്താകുമെന്ന്. കാര്യം എന്താ വെച്ചാൽ, എന്താണോ എൻ്റെ ഗുരു എന്നോട് പറയുന്നത് അതാ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വേറൊരാളെ കണ്ടിട്ടില്ല. അതായത്
ഞാൻ കണ്ടേക്കുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്പീക്കറാണ് ചിന്മയ മിഷനിലെ സ്വാമിജി. സ്വാമിജി ഒരു 8 വർഷം സ്വാമിജി ക്ലാസ്സുകളേ എടുത്തിട്ടില്ല. കാര്യം എന്താ? സ്വാമിജിയെ ഗുരുജി ഏൽപ്പിച്ച വർക്ക് റിസർച്ച് വർക്കാണ്. അദ്വൈനജി ഇവിടെയുള്ള സ്വാമിജി 8 വർഷം ഇദ്ദേഹം ക്ലാസ്സേ എടുത്തിട്ടില്ല. ഈ ക്ലാസ്സേ എടുക്കാത്ത ഒരാൾ, ഇനിയാണ് ഇതിൻ്റെ അകത്ത് പോയിന്റ്, ക്ലാസ് എടുക്കാത്ത ഒരാളുടെ ഒരു ദിവസം ഗുരുജി വിളിച്ചിട്ട് പറഞ്ഞു, അത് കണ്ണൂർ രത്നമുണ്ട്, എനിക്ക് ആദ്യത്തെ 3 ദിവസം പങ്കെടുക്കാൻ പറ്റില്ല. സ്വാമിജി ഗുരുജിക്ക് എന്താണ്ട് ഒരു ചെറിയ സ്ലൈറ്റ് ഓപ്പറേഷൻ എന്താണ്ട് ഉണ്ടായിരുന്നു. അപ്പം കർമ്മയോഗത്തിൻ്റെ ആദ്യത്തെ 20 ശ്ലോകം നീ എടുക്കണം, അതിൻ്റെ ബാക്കി ഞാൻ എടുക്കുന്നു. അദ്വൈനജി അവിടെ പോയിട്ട് ആദ്യത്തെ 20 ശ്ലോകം കൃത്യം 3 ദിവസം കൊണ്ട് എടുത്തു തീർക്കണം. അതിൻ്റെ ബാക്കി ഗുരുജി പിടിക്കണം. മനസ്സിലായില്ലേ? ഇവർ തമ്മിലൊരു ട്യൂണിങ് എന്തായിരിക്കണം എന്ന് ആലോചിച്ച് നോക്കണം. 2, ഗുരുജിയെ കേൾക്കാൻ വരുന്ന ഓഡിയൻസിൻ്റെ ഒക്കെ കഴിഞ്ഞ 8 വർഷമായിട്ട് സംസാരിക്കാത്ത ഒരാള്, പ്രഭാഷണം നടക്കാത്ത ഒരാള്, അത് ഇതിവർക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ആ ഗുരുവിനോടുള്ള ഭക്തിയാണ്. നമുക്കിത് പറ്റുമോ? തീർച്ചയായിട്ടും നമുക്കും പറ്റും. ആ ഗുരുസേവ പൂർണ്ണമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? നമുക്ക് എല്ലാവർക്കും ആ ഗുരുവിനോട്, ഗുരു പരമ്പരയോട് നമ്മളെയും ആ സേവന പാതയിൽ നിലനിർത്താനും ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ശ്രീരാമൻ പറഞ്ഞതുപോലെ എന്താണ്, ആ ഗുരു സേവ എങ്ങനെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിനെ ഇല്ലാതെ ആക്കിക്കൊണ്ടുള്ള ആ ഗുരുസേവയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും കൂടുതൽ ചാൻസും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവസരവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഗുരുപരമ്പരയ്ക്ക് നമ്മുടെ നമസ്കാരങ്ങൾ അർപ്പിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.